ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഒരു സ്ഥലം വരെ പോകുന്നതൊക്കെ ചുമ്മാ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോയത് പിള്ളേരെ ട്യൂഷൻ ക്ലാസ്സിലേക്കാണ്. അപ്പൊ അവരെ ട്യൂഷൻ ക്ലാസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിള്ളേർ ഓരോ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ. അവരിങ്ങനെ ഓരോ സ്ഥലം അവിടെയുള്ള മീൻ വളർത്തുന്നതും അതും ഇതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരു മരമുണ്ട്, പഞ്ചാരപ്പഴം പിടിക്കുന്ന ഒരു മരം. അപ്പോൾ ആ മരത്തിലെ ഫ്രൂട്ട് പറിക്കാനായിരുന്നു പിന്നെ അവർക്ക് തിരക്ക് കേട്ടോ. പൊരുത്തൻ അവിടെ നിന്നുകൊണ്ട് ആ ഫ്രൂട്ട് കണ്ടുപിടിച്ച് കാണിച്ചൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ നോക്കുമ്പം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിടപ്പുണ്ട്, പക്ഷെ അതെല്ലാം പൊക്കത്തായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ അടുത്ത് കിടന്നത് ഈ ഒരു ഫ്രൂട്ട് മാത്രമാണ്. അപ്പം ഞാനത് പറിച്ച് അവന്മാർക്ക് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വേണമെന്നും പറഞ്ഞ് ബഹളം വെക്കുക. വലിയ മരമാണ് ഗൈസ്, നമുക്ക് എത്തത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ ട്യൂഷനാക്കിയിട്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പായേ. അപ്പോൾ നമ്മൾ പിന്നെ കല്ലുച്ചിറ പോകുന്ന വഴിയാണ്. പിള്ളേരെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ആക്കി സെറ്റാക്കിയിട്ടാണ് നമ്മൾ കല്ലുച്ചിറയിലോട്ട് പോവുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പോകണം. അപ്പോൾ പോണ വഴിയായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ കളിക്കാൻ പിള്ളേരുണ്ടാവും. ഇപ്പം ഇന്നാരെയും കാണാനില്ല. 5 മണിയൊക്കെ ആവില്ല കളിക്കാൻ വരുമ്പോൾ. അപ്പോൾ നമ്മളിന്ന് കണ്ട ഈ സ്ഥലത്തൂടെ നമ്മൾ പോകുന്ന കണ്ടിട്ടാണ് ആരോ ചോദിച്ചത് കടപ്പുറ വരികയാണോ എന്ന്. ഇത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണിത്. അപ്പം ഞങ്ങളുടെ നിഴലാണ്, ഞങ്ങളുടെ 2 പേരുടെ നിഴൽ. ഞങ്ങൾ നടന്നു പോകുന്ന നിഴൽ ഭൂതം എന്ന് പറഞ്ഞൊരു റീല് ഞാൻ ചെയ്തിട്ടില്ലേ ശ്രീജ? അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അപ്പം നമ്മളെപ്പോഴും മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓർക്കും നമ്മൾ ഇന്നോർത്ത് ഒരു കുട്ടി വ്ളോഗ് പോലെ ചെയ്യാമെന്നോർത്ത്. കണ്ടോ നമ്മുടെ വഴിയാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നടന്ന് കുഴഞ്ഞ്. ചെറുപ്പം നോക്കാൻ ഫ്ലാഷ് കുഞ്ഞി കൊച്ച ഇത്രയും വലുത് വേണോ? കാത്തൂന് അംഗൻവാടി പോകാൻ ചെരുപ്പില്ലാത്തതുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങളും കുറച്ച് ചെരുപ്പൊക്കെ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല, വെറും പ്രകസനം. എന്തായാലും ഞാൻ ഇട്ട് നോക്കി ചെരുപ്പ് എല്ലാം എൻ്റെ കാലിനേക്കാൾ വലിപ്പമുള്ളതായിരുന്നേ. അങ്ങനെ ശ്രീജായൻ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറിയും മറിച്ചും ഒക്കെ ചെരുപ്പിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാളിട്ട ചെരുപ്പ് വേറൊരാളിടുന്നു, വേറൊരാളിട്ട ചെരുപ്പ് വേറൊരാളിടുന്നു. അതാണ് നടക്കുന്നത്. ചുമ്മാ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊരു ഗ്രീൻ കളറിലെ ഒരു ചെരുപ്പ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു പൗച്ച്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ കാലിനിട്ടിട്ടും ഏകദേശം എനിക്കത് ഭംഗിയായിട്ട് തോന്നി കേട്ടോ. പക്ഷെ നമുക്ക് ചെരുപ്പ് മേടിക്കാൻ വന്നതല്ലാത്തത് കൊണ്ട് ഞാൻ ചുമ്മാ നോക്കിയിട്ട് തിരിച്ച് തന്നെ അങ്ങോട്ട് തന്നെ വെച്ചു കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു, എൻ്റെ കാലിനത് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. എന്തോ ആ പച്ചപ്പുല്ലും ചെരുപ്പും എല്ലാം കൂടെ വന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞാനത് തിരിച്ചു വെച്ചു ഗൈസ്. ഇനി വരുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കുറേ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു, പിള്ളേരുടെ ബാഗ്. അങ്ങനെ അതൊക്കെ കണ്ടു. വീണ്ടും ഞാൻ അകത്തേക്ക് ഇങ്ങനെ നോക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചുമ്മാതെ ആണെങ്കിലും ഇങ്ങനെ എല്ലാം കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ വെറുതെ എല്ലായിടത്തും നോക്കാനും ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും ചേട്ടൻ ചെരുപ്പുമായിട്ട് വന്നേ. ടൈറ്റ് ചെയ്താൽ മതി. എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിക്കളയാന്ന് വിചാരിച്ചാണത് ഈ മാല നോക്കിയത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മാല കഴുത്തിലിടാൻ മറന്നു പോയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാലയും കൂടെ വാങ്ങിച്ചെന്ന്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ സിൽവർ കളറിലുള്ള സാധനങ്ങളോടാണ് കുറച്ചും കൂടെ അട്രാക്ഷൻ കൂടുതൽ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സിൽവർ കളറിലെ ഒരു മാലയാണ് ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലോക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ളൊരു ചെയിനായിരുന്നേ. പക്ഷെ അത് സൂപ്പറായിരുന്നു, കിടിലനായിരുന്നേ. അങ്ങനെ ഞാൻ അത് അപ്പം തന്നെ എടുത്ത് എൻ്റെ കഴുത്തിലേക്ക് ഇടുകയാണ് ചെയ്തത് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു സംഭവം കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കമ്മലിൻ്റെ സെക്ഷൻ കൂടെ നോക്കിയേ. അപ്പോൾ കമ്മൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം വെച്ച ബോക്സിൽ എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് ഈ സ്റ്റഡ് ടൈപ്പൊക്കെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല. അപ്പം ഞാനിങ്ങനെ ഒരു സിൽവർ കളറിലെ റിംഗ് ടൈപ്പ് കമ്മലാണ് നോക്കിയത്. അപ്പോൾ ഞാനത് പുള്ളിക്കാരനോട് ചോദിച്ചപ്പം വേറൊരു ബോക്സ് എനിക്ക് എടുത്ത് തന്നേ. അപ്പം
കുറച്ച് ബിസി ആയിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് ലാഗടിച്ചാണ് എനിക്ക് അടുത്ത ബോക്സ് കമ്മൽ കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ചുമ്മാ ഇത് നോക്കിക്കൊണ്ട് നിൽക്കാമെന്ന് ഓർത്ത് അത് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴേക്കും നമ്മുടെ മറ്റേ ബോക്സിലെ കമ്മൽ വന്നേ. അങ്ങനെ ഞാനതിങ്ങനെ തപ്പി നിന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ആഗ്രഹം പോലെ തന്നെ കറക്റ്റ് സൈസിലുള്ള ഒരു കമ്മൽ എനിക്ക് കിട്ടി ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ കമ്മൽ കിട്ടിയപ്പോഴത്തേക്കും. അപ്പം ഞാൻ ആ കമ്മലും കൂടെ എടുത്തു. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഒരു ചായയും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് അടുത്തുള്ളൊരു ചായക്കടയിൽ കയറിയത്. ഇതിന് മുമ്പ് ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൂടെ കയറിയായിരുന്നേ. പക്ഷേ അപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ വിഷമിച്ച് ഞാൻ ചായക്കടയിൽ വന്ന് ഒരു ചായയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇരിക്കുവാണ്. അപ്പം ആ സമയത്ത് പക്ഷേ ഒരു സംഭവം ഉണ്ടായേ. ശ്രീജായ്ക്ക് പെട്ടെന്നൊരു വയറുവേദന, എന്താണെന്നറിയത്തില്ല. പാട് ഭയങ്കര ക്ഷീണം പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ചായ കുടിക്കുമ്പോൾ ഓക്കെ ആകുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ എന്താണെന്നൊന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ ഓറഞ്ചും ആപ്പിളും നമ്മുടെ ഗ്രേപ്സൊക്കെയാണ് ഇരുന്നത്. ഞാൻ ഓറഞ്ചൊക്കെ എടുത്ത് നോക്കി, നല്ല ഫ്രൂട്ടായിരുന്നു. എന്തായാലും ഏതെങ്കിലും ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നേ. അങ്ങനെ ഞാനത് നോക്കിക്കൊണ്ടൊക്കെ നിന്നപ്പോൾ പക്ഷേ ശ്രീജായ്ക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ പിടിക്കാനുള്ളൊരു ഇതായിരുന്നു. ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഗൈസ്. ഇതാണ് പിന്നെ സംഭവിച്ചത്. ഹോസ്പിറ്റലിൽ വരിക, ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന പരിപാടിയായിരുന്നു. കാരണം ഒട്ടും വയ്യാഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ അവിടെ നിന്ന് ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തിയത്. കാരണം പെട്ടെന്നാണ് ആ കൊച്ചിന് വയ്യാണ്ടായത്. എന്താ സംഭവം എന്നറിയത്തില്ല. അപ്പം ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ച് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുറച്ച് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ എഴുതി തന്നിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ലാബിലേക്ക് പോവുകയാണ്. പിന്നെ കുറച്ച് സമയം ലാബിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം ഹോസ്പിറ്റലിൽ ആ സമയത്ത് ലാബ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് കുറച്ച് എമർജൻസി ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്ത് പോയി ലാബിൽ ടെസ്റ്റൊക്കെ ചെയ്യുമായിരുന്നു ചെയ്തത്. പെട്ടെന്ന് വന്ന വയറുവേദന ആയതുകൊണ്ട് ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾ കാണിക്കുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഒരു വികൃതിക്കുട്ടം മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നതുകൊണ്ട് എനിക്കൊരു ടൈമിംഗ് പാസ്സായിരുന്നു അത്. അങ്ങനെ പിന്നെ അവളുടെ ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ ഉള്ള ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കുറച്ച് സമയം. ശ്രീജ അവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ തീരെ വയ്യാതിരുന്നത് കൊണ്ട് ശരിക്കും ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതേ എന്നെ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. ഈ കൊച്ചെന്താണ് മനുഷ്യനെ ഇവിടെ വേദന എടുത്തിരിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എന്തൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞാൻ ചുമ്മാ ഒന്ന് ഈ നിമിഷങ്ങളൊക്കെ ഓർത്തിരിക്കാനായിട്ട് ഒന്നെടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ കിട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കാണിച്ചു. പ്രത്യേകിച്ച് കുഴപ്പമെന്ന് പറയാനായിട്ട് യൂറിൻ സ്റ്റോണാണ് പ്രോബ്ലമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ടു. മരുന്നും പെയിൻ കില്ലറും ഇഞ്ചക്ഷനും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സന്ധ്യ മയങ്ങുന്ന സമയമായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ശ്രീജ വരി ശോകം. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.